ഇന്ന് ചേമ്പ് തണ്ടോട് നല്ലൊരു കറി വെക്കുന്നുണ്ട് കേട്ടോ. ചേമ്പ് തണ്ട് മുറിച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നല്ല മുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എല്ലാം മുറിച്ച് കഴിഞ്ഞത്. കായുണ്ട്, പച്ചക്കായ്, നേന്ത്രക്കായ്, ഇതാണ് ഇടേണ്ടത്. പിന്നെ കാന്താരി മുളകുണ്ട്, അതും ഇടണം. അങ്ങനെ ഇതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് മുറിച്ചിട്ട് വരും ഉണ്ടല്ലേ. അതിനെക്കൊണ്ട് കറിയാക്കണം. കാണിച്ചാറേ കഴുകിയിട്ടാണ് മുറിച്ച് തന്നാലും ഒന്നും കൂടെ കഴുകിയേക്കാം. കഴുകിയിട്ട് കഴുകിയിട്ടാണ് കഴുകാനിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു നേന്ത്രക്കായ വട്ടത്തിലരിഞ്ഞത്, അല്ലെങ്കിൽ നേർത്തിട്ട് അരിയണ്ട, ഞാനൊരു കുറച്ച് തടിങ്ങി എല്ലാം അരിഞ്ഞിട്ടുള്ളത്. കുറച്ച് കാവേരിക്കായ അതും ഇട്ടിട്ടുണ്ട്. ഞാൻ ഇട്ട് കൊടുക്കാം. കുക്കറിൽ വേവിക്കുന്നില്ല. പിന്നെ കാന്താരി മുളക് കുറച്ച് മുറിച്ചിട്ടിട്ടുണ്ട് ഞാൻ. അതും കൂടെ ഇട്ടിട്ട് ഉപ്പ് ഇടുന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. ഒന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട, മഞ്ഞളൊന്നും ഇടണ്ടേ, ഇത് മാത്രമേ വേണ്ടൂ. പിന്നെ തേങ്ങ, കറിവേപ്പ്, ഇത്രയും വേണ്ട സാധനത്തിന്. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ, കുറച്ചും കൂടി ഒഴിക്കാം. തേങ്ങ ഇതിടേ വേണ്ടു ഇനി ഇതല്ലേ. കറിവേപ്പൊക്കെ ഇട്ട് ഇളക്കലായിട. ഉപ്പിട്ടിട്ടില്ല എൻ്റെ വരയിൽ. നമ്മൾ ഓലൻ്റെ എന്ത് വരലായി ഇടല്ലേ. ഇനി ഉപ്പിട്ടെടുക്കായേ. കുക്കറിലാണെങ്കിൽ പ്രശ്നമില്ല, അതിന് ഉപ്പിടായി. ഇങ്ങനെ അടുത്തിട്ട് മൺചട്ടിയിലായത് വെക്കണ്ടേ. ശരിക്കും സാധാ അറിയണമെങ്കിൽ മൺചട്ടിയിൽ വെക്കണം. വലിയ ചട്ടിയുടെ ഇല്ല, വേണ്ടതിന് പാത്രത്തിലാണ് വെക്കുന്നത്. ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കലായേ. തോരക്കറിയാണ്, തോര അരച്ചു കൂട്ടാതെ തോരക്കറിയാണ്. എന്നെ വേവിച്ചിട്ട് അത് വറുത്തിടൽ, തളിക്കൽ. മീനും വെക്കാനുണ്ട്. തേങ്ങയിൽ ചേർക്കലായി. തേങ്ങ ഇങ്ങനെ ചരിയിട്ടാൽ മതി. കറിവേപ്പിലയുടെ ഇല ഇടുന്നുണ്ട്. കറിയായിട്ടുണ്ട്. സൂപ്പർ ഓലല്ല. കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ടിരിക്കുകയാണ്. നമ്മളെ ചേമ്പും തണ്ട് ഓലൻ എന്താ ഉണ്ടല്ലേ, രുചികരമായ ചേമ്പും തണ്ട് ഓലൻ. പിന്നെ നമ്മൾ താളെന്ന് പറയും. പിന്നെ ഒരു പച്ചക്കായ് ഉണ്ടാവുക, പച്ചക്കായ് വട്ടത്തിൽ മുറിച്ച് അതും ഇട്ട്. ഞാനിൽ കുറച്ച് കാവേരിക്കായ ഉണ്ട്, ഒന്നാണ് ഇട്ടിന് മുറിച്ചിട്ട് ഇട്ടതിന് വേണ്ടു. കുറച്ച് പച്ചമുളക് അതിൽ കീറിയിടാം. ഞാൻ കാന്താരി ഇട്ടു. പിന്നെ തേങ്ങ ഇങ്ങനെ ചിരകിയിട്ടാലും മതി. ഒന്ന് ഇങ്ങനെ കറക്കിയിട്ട് ഇടണമെങ്കിൽ, ഉരുക്കിയിട്ടിടണമെങ്കിൽ അങ്ങനെ ഇവിടെ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് കടുക് വറുത്തിടൻ്റെ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതും വറുത്തിടാം. അതിവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ പൊടി ലേശമിട്ട് വറുത്തതാണ്. നാടൻ രുചി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതിൻ്റെ രുചി ഇഷ്ടപ്പെടും. വയറ്റിലൊന്നും ഒരു രോഗം വരില്ല. ഇതൊന്നും ഈ കറി കൂട്ടിയാൽ നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണത്. നമ്മൾ ഒരു ദാരിദ്ര്യകാലത്ത്, പഴയ കാലത്തെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കറിയാണിത്. ഇങ്ങനെയാണ് ഞാൻ വെക്കല്. ഒരുപാട് കറി വെക്കും. എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. കായ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും, താള് ഉണ്ടാവും.
എല്ലാം എടുത്ത് കലം കറിയും വെക്കും മണ്ണിൻ്റെ കലത്തിൽ. ഇഷ്ടം പോലെ അങ്ങനെ കോരിയങ്ങ് കൂട്ടും. നല്ല വെറുതെ ഇങ്ങനെ ചോറിനല്ലാതെ ഇത് കോരിയങ്ങ് കൂട്ടി സ്പൂണെടുത്ത് അങ്ങ് കോരിത്തുന്നത് നല്ല സുഖമാണ്. ഇതിൻ്റെ രുചി അറിയണം. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞൊക്കൊന്നും ഇതിൻ്റെ രുചി അറിയാൻ പറ്റില്ല. അവരെല്ലാം രുചി മാറിയില്ലേ. നാടൻ രുചി ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ കറി ഇഷ്ടപ്പെടും. കളയാതെ അല്ല നമ്മളിത് ഈ പുലവരൊന്നും ഇതൊന്നും നോക്കും കൂടെ ചെയ്യില്ല. താള് കാണുമ്പോൾ അതിനൊന്നും നോക്കും കൂടെ ചെയ്യില്ല. അത് ഇത്രയും രുചികരമായിട്ട് നമുക്ക് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ.